കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറിയ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇന്ത്യയിലെ ഒരു ഗ്രാമവും ആഹ്ലാദത്തിമിർപ്പിലാണ്. തമിഴ്നാട്ടിലെ തിരുവാരൂർ തുളസേന്ദ്രപുരം ഗ്രാമവാസികളാണ് തങ്ങളുടെ പരമ്പരയിലൊരുവൾ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ ഭരണത്തലപ്പത്തെത്തുമെന്ന് വിശ്വസിക്കുന്നത്. ജോ ബൈഡൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറിയതോടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതുന്ന കമല ഹാരിസിന്റെ വേരുകളുള്ളത് തുളസേന്ദ്രപുരം ഗ്രാമത്തിലാണ്. ചെന്നൈയിൽ നിന്ന് ഏകദേശം 320 കിലോമീറ്റർ തെക്ക് സ്ഥിതി ചെയ്യുന്ന തുളസേന്ദ്രപുരത്താണ് ഒരു നൂറ്റാണ്ട് മുൻപ് കമലയുടെ മുത്തച്ഛൻ ജനിച്ചത്. കമല ഹാരിസിന്റെ മുത്തച്ഛൻ PV ഗോപാലന്റെ ജന്മഗ്രാമമാണ് തമിഴ്നാട്ടിലെ തിരുവാരൂർ തുളസേന്ദ്രപുരം. നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്ന ഗോപാലൻ നാട്ടിലല്ല ജീവിച്ചതെങ്കിലും ഗ്രാമവുമായുള്ള ബന്ധം കുടുംബം കാത്തുസൂക്ഷിച്ചു. കമലയുടെ അമ്മ ശ്യാമളയുടെ ഇളയ സഹോദരി ഡോക്ടർ സരള ചെന്നൈയിലാണ്. പഠിക്കാനായാണ് കമലയുടെ അമ്മ ശ്യാമള ഗോപാലൻ അമേരിക്കയിലേക്ക് കുടിയേറിയത്. അവിടെ വെച്ച് പരിചയപ്പെട്ട ജമൈക്കൻ വംശജനായ ഡൊണാൾഡ് ജെ ഹാരിസിനെ വിവാഹം കഴിക്കുകയായിരുന്നു. ദമ്പതികൾ പിന്നീട് വേർപിരിയുകയും ചെയ്തു. 5 വയസ്സുള്ളപ്പോൾ കമല തുളസേന്ദ്രപുരം സന്ദർശിച്ചിട്ടുണ്ട്. മുത്തച്ഛനോടൊപ്പം ചെന്നൈ ബീച്ചുകളിൽ നടന്ന യാത്രകൾ പിന്നീട് ആവർത്തിച്ച് കമല ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കമല ഹാരിസ് അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ 2 ചിത്രമാണ് രചിക്കപ്പെടുന്നത്. അമേരിക്കയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന പദവിയും അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജ എന്ന പദവിയും കമല ഹാരിസിന് സ്വന്തമാകും. ഇതുവരെ ഒരു വനിത പോലും US-ൽ പ്രസിഡന്റ് ആയിട്ടില്ല. അടുത്ത മാസം നടക്കുന്ന ഡെമോക്രാറ്റ് പാർട്ടി കൺവെൻഷനിലാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യുന്നത്. ജോ ബൈഡന്റെ അസാധാരണമായ നേതൃത്വത്തിന് അമേരിക്കൻ ജനങ്ങളുടെ പേരിൽ നന്ദി പറയുന്നതായി കമല ഹാരിസ് X-ൽ കുറിച്ചു. തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പ്രസിഡന്റിന്റെ നിർദ്ദേശം ബഹുമതിയാണെന്നും പാർട്ടിയുടെ നോമിനേഷൻ ലഭിക്കുവാനും വിജയിക്കുവാനും പരിശ്രമിക്കുമെന്നും കമല ഹാരിസ് പറഞ്ഞു. US വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി എത്തിയ ഇന്ത്യൻ വംശജയും വനിതയുമാണ് കമല. ഡെമോക്രാറ്റ് പാർട്ടിയിലെ ഇടതുനിരയോട് അനുഭാവം പുലർത്തുന്നതാണ് കമലയുടെ നിലപാടുകൾ. സൗജന്യ കോളേജ് വിദ്യാഭ്യാസം, ഗ്രീൻ ന്യൂ ഡീൽ, പരിസ്ഥിതി പദ്ധതി, സമഗ്ര ആരോഗ്യ പരിരക്ഷ തുടങ്ങിയ പദ്ധതികൾക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബറാക് ഒബാമ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പണമിടപാടുകാരുമായി ബന്ധപ്പെട്ട രാജ്യവ്യാപകമായ കേസിൽ കാലിഫോർണിയയ്ക്ക് വേണ്ടി വാദിച്ച് വിജയം കണ്ടതാണ് കമലയെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഗുണ്ട, ലഹരിമരുന്ന് സംഘങ്ങൾക്കും പീഡകർക്കുമെതിരെ അവർ വിട്ടുവീഴ്ചയില്ലാതെ ശിക്ഷ വിധിച്ചു. സെനറ്റിലെത്തിയ ശേഷം ഇന്റലിജൻസ് കമ്മിറ്റിയിലും ജുഡീഷ്യറി കമ്മിറ്റിയിലും ശ്രദ്ധേയയായി. അതേസമയം ബൈഡനെ തോൽപ്പിക്കുന്നതിലും എളുപ്പമാണ് കമലയെ തോൽപ്പിക്കാനെന്നാണ് എതിരാളിയും മുൻ അമേരിക്കൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രതികരണം.